ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCRT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള നിയമസഭാ ദിനം. കേരള നിയമസഭാ ദിനം. ഉത്തരം ഏപ്രിൽ 27. കേരള നിയമസഭാ ദിനം ഏപ്രിൽ 27. അടുത്ത ചോദ്യം, ആധുനിക റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ആധുനിക റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരം JL മക് ആദം. ആധുനിക റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് JL മക് ആദം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരള നിയമസഭാ ദിനം ഏപ്രിൽ 27. ആധുനിക റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് JL മക് ആദം. അടുത്ത ചോദ്യം, ഭാഭാ ഭൂതാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭാഭാ ഭൂതാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. ഭാഭാ ഭൂതാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. ഉത്തരം മരുഭൂമി. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം. ഉത്തരം ഭുവൻ. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം ഭുവൻ. അടുത്ത ചോദ്യം, അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ഉത്തരം ചൈനക്കാർ. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കണ്ടൽ ദിനം. അന്താരാഷ്ട്ര കണ്ടൽ ദിനം. ഉത്തരം ജൂലൈ 26. അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ് ജൂലൈ 26. അടുത്ത ചോദ്യം, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ഉത്തരം 1792 ജൂലൈ 18. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 ജൂലൈ 18. അടുത്ത ചോദ്യം, ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഡോക്ടർ സത്യഭാമാദാസ് ബിജു. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യഭാമാദാസ് ബിജു. അടുത്ത ചോദ്യം, തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം തഞ്ചാവൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഉത്തരം ഥാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി. അടുത്ത ചോദ്യം, ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ചോദ്യം, രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത്. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ. ഉത്തരം ഹരിഹരൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ. അടുത്ത ചോദ്യം, ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഹംപി. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഹംപി. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വയോജന ദിനം. അന്താരാഷ്ട്ര വയോജന ദിനം. ഉത്തരം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. അടുത്ത ചോദ്യം, ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം. ഉത്തരം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം. ഉത്തരം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. ലോക സമുദ്ര ദിനം ജൂൺ 8. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, നാണയത്തെക്കുറിച്ചുള്ള പഠനം. നാണയത്തെക്കുറിച്ചുള്ള പഠനം. ഉത്തരം ന്യൂമിസ്മാറ്റിക്സ്. നാണയത്തെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്.
അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം. ഉത്തരം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അടുത്ത ചോദ്യം ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം. ഉത്തരം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. നാണയത്തെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അടുത്ത ചോദ്യം മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം. മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം. ഉത്തരം നായ. മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ. അടുത്ത ചോദ്യം മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം. മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം. ഉത്തരം ചെമ്പ്. മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. അടുത്ത ചോദ്യം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ഉത്തരം കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഉത്തരം 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ. മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. അടുത്ത ചോദ്യം പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം. ഉത്തരം അമേരിക്ക. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. അടുത്ത ചോദ്യം പേരയ്ക്കയുടെ ജന്മദേശം. പേരയ്ക്കയുടെ ജന്മദേശം. ഉത്തരം മെക്സിക്കോ. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. അടുത്ത ചോദ്യം ഏലക്കയുടെ ജന്മദേശം. ഏലക്കയുടെ ജന്മദേശം. ഉത്തരം ഇന്തോനേഷ്യ. ഏലക്കയുടെ ജന്മദേശം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം കശുവണ്ടിയുടെ ജന്മദേശം. കശുവണ്ടിയുടെ ജന്മദേശം. ഉത്തരം ബ്രസീൽ. കശുവണ്ടിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീൽ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ഏലക്കയുടെ ജന്മദേശം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക. അടുത്ത ചോദ്യം പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഉത്തരം പോർച്ചുഗീസുകാർ. പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഉത്തരം കരേവ. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ. അടുത്ത ചോദ്യം ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഉത്തരം ചിക്കമംഗളൂരു, കർണാടക. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ഏതാണ്? ചിക്കമംഗളൂരു, കർണാടക. അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ഉത്തരം ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. അടുത്ത ചോദ്യം ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം കാസർഗോഡ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അടുത്ത ചോദ്യം ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. ഉത്തരം പള്ളിക്കര. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് പള്ളിക്കര. അടുത്ത ചോദ്യം ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ശിവപ്പ നായ്ക്കർ. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് പള്ളിക്കര. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കർ. അടുത്ത ചോദ്യം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അടുത്ത ചോദ്യം കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. ഉത്തരം ബാലരാമപുരം, കൂത്താമ്പുള്ളി. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ബാലരാമപുരം, കൂത്താമ്പുള്ളി. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ബാലരാമപുരം, കൂത്താമ്പുള്ളി.
അടുത്ത ചോദ്യം, മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരം 1956. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. അടുത്ത ചോദ്യം, വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം. വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം. ഉത്തരം തെയ്യം. വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം തെയ്യം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ നന്നങ്ങാടികൾ. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം തെയ്യം. അടുത്ത ചോദ്യം, അടയാളം കൊടുക്കൽ എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടയാളം കൊടുക്കൽ എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തെയ്യം. അടയാളം കൊടുക്കൽ എന്നത് തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ജനപദം എന്ന വാക്കിനർത്ഥം. ജനപദം എന്ന വാക്കിനർത്ഥം. ഉത്തരം ജനം അധിവസിച്ച സ്ഥലം. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. അടുത്ത ചോദ്യം, കുടുംബശ്രീ ആരംഭിച്ച വർഷം. കുടുംബശ്രീ ആരംഭിച്ച വർഷം. ഉത്തരം 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. അടയാളം കൊടുക്കൽ എന്നത് തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. അടുത്ത ചോദ്യം, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. ഉത്തരം ചരിത്രാതീത കാലം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം ചരിത്രാതീത കാലം. അടുത്ത ചോദ്യം, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഉത്തരം കേരളം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം ചരിത്രാതീത കാലം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. ഉത്തരം ചെങ്കോട്ട. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം ചെങ്കോട്ട. അടുത്ത ചോദ്യം, ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ഷാജഹാൻ. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഉത്തരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി. അടുത്ത ചോദ്യം, ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. ഉത്തരം ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. അടുത്ത ചോദ്യം, മുഗൾ ഭരണകാലഘട്ടം. മുഗൾ ഭരണകാലഘട്ടം. ഉത്തരം 1526 മുതൽ 1857 വരെ. മുഗൾ ഭരണകാലഘട്ടം 1526 മുതൽ 1857 വരെ. അടുത്ത ചോദ്യം, മുഗൾ എന്ന വാക്ക് ഉത്ഭവിച്ചത്. മുഗൾ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഉത്തരം മംഗോൾ എന്ന വാക്കിൽ നിന്ന്. മുഗൾ എന്ന വാക്ക് ഉത്ഭവിച്ചത് മംഗോൾ എന്ന വാക്കിൽ നിന്ന്. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. മുഗൾ ഭരണകാലഘട്ടം 1526 മുതൽ 1857 വരെ. മുഗൾ എന്ന വാക്ക് ഉത്ഭവിച്ചത് മംഗോൾ എന്ന വാക്കിൽ നിന്ന്. അടുത്ത ചോദ്യം, ലോധി രാജവംശത്തിലെ അവസാന ഭരണാധികാരി. ലോധി രാജവംശത്തിലെ അവസാന ഭരണാധികാരി. ഉത്തരം ഇബ്രാഹിം ലോധി. ലോധി രാജവംശത്തിലെ അവസാന ഭരണാധികാരി ഇബ്രാഹിം ലോധി. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. ഉത്തരം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന സംസ്ഥാനം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന സംസ്ഥാനം ഹരിയാന. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന സംസ്ഥാനം ഇപ്പോൾ ഹരിയാനയിലാണ്.
ക്വസ്റ്റ്യൻസ് ഒന്നുകൂടിയും വായിക്കാം. ലോധി രാജവംശത്തിലെ അവസാന ഭരണാധികാരി ഇബ്രാഹിം ലോധി. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്താണ്. അടുത്ത ചോദ്യം, മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഉത്തരം ഒന്നാം പാനിപ്പത്ത് യുദ്ധം. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അടുത്ത ചോദ്യം, അക്ബറിൻ്റെ ചരമക്കുറിപ്പ് എഴുതിയ ജെസ്യൂട്ട് മിഷണറി പുരോഹിതൻ. അക്ബറിൻ്റെ ചരമക്കുറിപ്പ് എഴുതിയ ജെസ്യൂട്ട് മിഷണറി പുരോഹിതൻ. ഉത്തരം പിയറി ജാറിക്. അക്ബറിൻ്റെ ചരമക്കുറിപ്പ് എഴുതിയ ജെസ്യൂട്ട് മിഷണറി പുരോഹിതൻ പിയറി ജാറിക്. അടുത്ത ചോദ്യം, ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഉത്തരം അക്ബർ. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് അക്ബർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അക്ബറിൻ്റെ ചരമക്കുറിപ്പ് എഴുതിയ ജെസ്യൂട്ട് മിഷണറി പുരോഹിതൻ പിയറി ജാറിക്. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് അക്ബർ. അടുത്ത ചോദ്യം, അക്ബറിൻ്റെ തലസ്ഥാനം ആയിരുന്നത്. അക്ബറിൻ്റെ തലസ്ഥാനം ആയിരുന്നത്. ഉത്തരം ഫത്തേപൂർ സിക്രി. അക്ബറിൻ്റെ തലസ്ഥാനമായിരുന്നത് ഫത്തേപൂർ സിക്രി. അടുത്ത ചോദ്യം, അക്ബർ രൂപീകരിച്ച മതം. അക്ബർ രൂപീകരിച്ച മതം. ഉത്തരം ദിൻ ഇലാഹി. അക്ബർ രൂപീകരിച്ച മതം ദിൻ ഇലാഹി. അടുത്ത ചോദ്യം, ഈ മതത്തിൻ്റെ അർത്ഥം. ഈ മതത്തിൻ്റെ അർത്ഥം. ഉത്തരം എല്ലാവർക്കും സമാധാനം. ഈ മതത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം. അടുത്ത ചോദ്യം, ജസിയ എന്ന നികുതി നിർത്തലാക്കിയത്. ജസിയ എന്ന നികുതി നിർത്തലാക്കിയത്. ഉത്തരം അക്ബർ. ജസിയ എന്ന നികുതി നിർത്തലാക്കിയത് അക്ബർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. അക്ബറിൻ്റെ തലസ്ഥാനമായിരുന്നത് ഫത്തേപൂർ സിക്രി. അക്ബർ രൂപീകരിച്ച മതം ദിൻ ഇലാഹി. ദിൻ ഇലാഹി എന്ന ഈ മതത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം. ജസിയ എന്ന നികുതി നിർത്തലാക്കിയത് അക്ബർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ PSC പുതിയ SCRTയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസും പുതിയ ക്വസ്റ്റ്യൻസുമായി ഞാൻ വരും. താങ്ക് യു.